സ്നേഹം നിറഞ്ഞ തിരുവനന്തപുരത്തിൻ്റെ ജനാധിപത്യ വിശ്വാസികളെ, ഒരു 10 വർഷക്കാലമായി നേരെ ചൊവ്വേ ഒന്ന് ശ്വാസം വിടുകയോ ഇഷ്ടമുള്ള ഒരു കറുത്ത വസ്ത്രം ധരിക്കുകയോ ഒക്കെ ചെയ്യാൻ കഴിയാതെ വീർപ്പുമുട്ടി നിന്നിരുന്ന ഒരു ജനത തൻ്റെ ജനാധിപത്യ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിരലടയാളം ധാർമ്മികമായ ബാധ്യതയോടുകൂടി സാമൂഹ്യനീതിക്ക് വേണ്ടി ഉയർത്തിയപ്പോൾ കാരണഭൂതൻ ഉയർത്തിവിട്ട കനൽ കെട്ടുപോയി എന്നതാണ് സത്യം. ആ സത്യത്തിന് കാരണമായ ജനവിധി കേരളത്തോട് പറയുന്നത് എന്താണ് എന്ന് കാര്യകാരണ സഹിതം നമ്മളോട് സംവദിച്ച നമ്മളുടെ പ്രിയപ്പെട്ട നേതാവ്, യോഗം ഉദ്ഘാടനം ചെയ്ത ശ്രീ റസാഖ് പാലേരി അവർകൾ, അധ്യക്ഷത വഹിച്ചു സംസാരിച്ച ശ്രീ അഷ്റഫ് കല്ലറ, ശ്രീ മധു കല്ലറ, അൻസാരി സാഹിബ്, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനും മെമ്പറുമായ മെഹബൂബ് ഖാൻ, താജുനീസ ഉൾപ്പെടെയുള്ള തിരുവനന്തപുരത്തിൻ്റെ വിവിധ ഭാരവാഹികളെ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ, നിങ്ങൾക്ക് ഏവർക്കും മതസൗഹാർദ്ദം പൂത്തുലഞ്ഞ ഒരു കേരളത്തിൻ്റെ വിപ്ലവ അഭിവാദ്യങ്ങൾ അർപ്പിക്കട്ടെ. ഇതിങ്ങനെ ആയിരുന്നില്ലേ എന്ന് ചോദിച്ചാൽ അങ്ങനെയായിരുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നാനാത്വത്തിൽ ഏകത്വമൊക്കെ ഉണ്ടായിരുന്ന, മഴവില്ലിൻ്റെ വർണ്ണശോഭ വിതറിക്കൊണ്ടിരുന്ന ഇടമായിരുന്നു. പക്ഷെ ചില ആളുകളുടെ ഏകാധിപത്യത്തിൻ്റെ സ്വാർത്ഥതയ്ക്ക് വിധേയമായിക്കൊണ്ട് പ്രകൃതി അപ്രതീക്ഷിതമായി നൽകിയ ദുരന്തങ്ങളെ, കോവിഡിനെയൊക്കെ മറയാക്കിക്കൊണ്ട് ചില പ്രലോഭനങ്ങളിൽ ജനങ്ങളെ വീഴ്ത്തി തങ്ങൾക്ക് കാലാകാലം ഭരിക്കാം എന്ന് തോന്നി പിന്നീട് അതൊരു ഏകാധിപത്യത്തിലേക്കും സാമ്രാജ്യത്വത്തിൻ്റെ കീഴ്വഴക്കങ്ങളിലേക്കും ഒക്കെ പോയി. തൊഴിലാളികളുടെ പാർട്ടി എന്ന് പറഞ്ഞ് കട്ടൻ ചായയും പരിപ്പുവടയും ദിനേശ് ബീഡിയും, ഇതായിരുന്നു തൊഴിലാളികളുടെ ഒരു മുദ്ര എന്നത്. ഈ മത്സര സമയങ്ങളിൽ ചില സ്ഥലങ്ങളിലൊക്കെ സംസാരിക്കാൻ പോയിരുന്നു അടിയൻ. അങ്ങനെ പോയിടത്ത് നമ്മൾ പറഞ്ഞൊരു വാക്കുണ്ട്, ചുമരില്ലാതെ ചിത്രം എഴുതാൻ കഴിയില്ല എന്നത്. ഈ കൈപ്പത്തി ഉണ്ടെങ്കിൽ മാത്രമേ അരിവാളും ചുറ്റികയും നക്ഷത്രവും ഒക്കെ പിടിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ചെറിയ ബോധമെങ്കിലും നമ്മളെ പോലുള്ളവരിൽ ഉണ്ടായിരിക്കണം എന്നതാണ്. അത് കൈപ്പത്തി ഒരുപാട് മഹത്വമായ കാര്യങ്ങൾ ഇന്ത്യയിൽ നിർവഹിച്ചു എന്ന അടിസ്ഥാനത്തിലല്ല. പക്ഷെ ഈ കയ്യ്, അല്ലേ, കയ്യ് എന്ന് പറയുന്നത് കർമ്മങ്ങളുടെ അടിസ്ഥാനമാണ്. അപ്പൊ ഈ കർമ്മങ്ങൾ ശുദ്ധമായാൽ നമുക്കതിൻ്റെതായ റിസൾട്ടുകൾ ഉണ്ടാകും എന്നുള്ളതാണ് അർത്ഥം. കവികൾ ഇവിടെ വാഴ്ത്തപ്പെടാറുണ്ട്. പലരും അദ്ദേഹം സൂചിപ്പിച്ചു. കക്കാതെ കവരാതെ കള്ളം പറയാതെ കള്ളനായി തീർന്നവൻ ഞാൻ എന്ന് പറഞ്ഞ എന്നെ പോലെയുള്ള ഗുരുവായൂരപ്പ വിശ്വാസികളുടെ കുഞ്ഞികൃഷ്ണൻ ഇന്ന് നിയമസഭയിൽ അത് പറഞ്ഞവർക്കെതിരായിട്ട് അധികാരത്തിലിരിക്കുന്നു എന്നതാണ്. സത്യം സമൂഹത്തോട് തുറന്നു പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ജീവിത ഭീഷണിയുണ്ട് എന്ന്. അപ്പോൾ എതിർ അഭിപ്രായങ്ങൾ പറയുന്ന ആളുകളെ തകർത്തുകൊണ്ട് തന്നെ തങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയും എന്ന് ഒരു ധാരണ ഒരു സമയത്തുണ്ടായി. ആ ഒരു സമയത്തുണ്ടായതിൻ്റെ പശ്ചാത്തലത്തിലുള്ള സഹോദരി മുഖാമുഖം നിയമസഭയ്ക്കകത്ത് ഇരുന്നിട്ട് ഇപ്പൊ അധികാരത്തിന്റെ തലത്തിലിരിക്കുന്നു, അപ്പുറം അവർ ഇരിക്കുന്നു. ആലപ്പുഴയിൽ നിന്ന് വന്നതായ, ഒപ്പം കൂടിയിരുന്നതായ ജനത, ശ്രീ ജി സുധാകരൻ അവർകൾ ഇന്നിപ്പോൾ അപ്പുറത്തിരിക്കുന്നു, ഇവർ ഇപ്പുറത്തിരിക്കുന്നു. ഒന്നിച്ച് സഞ്ചരിച്ചു പോയിരുന്നവരാണ്, തോളോട് തോൾ ചേർന്ന് പോയിരുന്നവരാണ്. അപ്പൊ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്ന, മനുഷ്യനാകാൻ കൊതിച്ചുകൊണ്ട്
സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ BJPയുടെ RSSന്റെ കരുത്ത നീരാളി പിടുത്തത്തിൽ നിന്ന് പുറത്തു വന്ന് തൃക്കരിപ്പൂരിൽ മത്സരിച്ച സന്ദീപ് വാര്യർ മനുഷ്യനാകാൻ തീരുമാനിച്ചപ്പോൾ ആ മനുഷ്യനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച കേരള ജനത. ഇവര് പറയാറുണ്ട്, ഞങ്ങളിലില്ല ആ രക്തം, ഞങ്ങളിലില്ല ഈ രക്തം, മനുഷ്യനാകണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അധികാരം ഇങ്ങനെ കൂടി വന്നപ്പോൾ മനുഷ്യത്വം ഇങ്ങനെ കുറഞ്ഞു വന്നു എന്നുള്ളത് ജനതയ്ക്ക് ബോധ്യമായി. പി രാജീവ് എന്ന് പറയുന്ന വ്യാവസായിക മന്ത്രി, അദ്ദേഹത്തിന്റെ അവിടെ കളമശ്ശേരിയിൽ അദ്ദേഹം ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നു. ജനങ്ങളെല്ലാവരും കേരളത്തിന് പുറത്തേക്ക് തൊഴിൽ തേടി യുവതകൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് വെൽഫെയർ പാർട്ടി സാഹോദര്യ യാത്രയും ഒന്നിപ്പ് എന്ന പേരിലും നടത്തിക്കൊണ്ട് സാമുദായിക നേതാക്കന്മാരെയും സാമൂഹ്യ നീതിയിൽ നിന്ന് പുറത്തുപോയ ജനതയെയും ചേർത്ത് പിടിച്ചുകൊണ്ട് കേരളത്തിൽ നടന്ന് 142 ദിവസം എന്ന് പറഞ്ഞോണം നടന്ന് ജനങ്ങളോട് ചേർത്ത് വെച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ സംസാരിക്കുന്ന വേളയിലൊക്കെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെയുള്ള വിവിധങ്ങളായ ആരോപണങ്ങൾക്ക് നമ്മൾ വിധേയപ്പെടുകയും ചെയ്തു. 1-ാം നമ്പർ സ്റ്റേറ്റ് കാറിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശനെ കയറ്റി കൊണ്ടുപോയപ്പോൾ ഒരു കാർട്ടൂൺ ഇവിടെ വരികയുണ്ടായി. ഈ പത്രപ്രവർത്തകർക്കും കാർട്ടൂണിസ്റ്റുകൾക്കുമൊക്കെ ജനങ്ങളുടെ, ഞാനൊരു പത്രപ്രവർത്തകൻ കൂടിയാണ്, അതുകൊണ്ട് എനിക്കത് മനസ്സിലാവും കുറച്ചും കൂടി. അപ്പോൾ അത് എത്ര പിടിയുന്ന ഹൃദയത്തിൽ മനസ്സിലാക്കുക എന്നതാണ്. അവർ പറഞ്ഞത് 1-ാം നമ്പർ സ്റ്റേറ്റ് കാറിൽ വെള്ളാപ്പള്ളിയെ കയറ്റിയത് കൊണ്ട് വലിയ പ്രശ്നമുണ്ടായില്ല, പക്ഷെ അദ്ദേഹത്തെ മലപ്പുറത്ത് കൊണ്ടുവന്ന് ഇറക്കിയതാണ് പ്രശ്നം എന്ന് പറയേണ്ടായി. ഇറക്കിയതിന്റെ ഫലം ഇപ്പൊ കണ്ടു, 16 ഇങ്ങോട്ട് പോന്നു എന്നതാണ്. എന്നിട്ടും അതിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ നോക്കിയപ്പോഴാണ് ശ്രീ ജോയിയെ പോലെയുള്ളവരൊക്കെ അവിടെ നിന്ന് ജയിച്ചിരിക്കുന്നത്. ഈ തോൽവിയുടെ അങ്ങേ അറ്റത്തെ നെല്ലിപ്പടി കണ്ടു നിൽക്കുമ്പോഴും ആ പരാജയത്തെ സമ്മതിക്കുവാനുള്ള ഒരു മനസ്സ് ഇല്ലാതെ ശ്രീ VD സതീശൻ അവർക്ക് ശ്വാസം വിടാനുള്ള അവസരം കൊടുക്കാതെ നിങ്ങൾ പ്രതിരോധിച്ചോളൂ എന്നാണ്. സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ടു നടക്കുന്നിതു ചിലർ. മലപ്പുറത്ത് നിന്ന് പൂന്താനത്തിന്റെ വരികളാണ്. അപ്പൊ അത് വന്നിട്ട് ഇത്രയും വലിയ കനത്ത പരാജയം ഏറ്റുവാങ്ങിയിട്ടും അതിനെന്താണ് കാരണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു തിരുത്തുന്ന പ്രസ്താവനകളല്ല വരുന്നത് എങ്കിൽ ഈ ജനത്തിന്റെ മാറ്റം മനസ്സിലാക്കിക്കൊണ്ട് വളരെ കൃത്യമായ നിരീക്ഷണങ്ങളിലൂടെ അടിത്തട്ടിലൂടെ പഠിച്ച് തിരക്കിന്റെ ഇടയിലും 1 വർഷത്തിനുള്ളിൽ 62 പുസ്തകങ്ങൾ പഠിച്ചെടുത്ത് വേണ്ടതായ ശാസ്ത്രീയമായ അഭ്യാസങ്ങൾ നടത്തി എക്സിസ്റ്റ് പോൾ പോലെയുള്ള അവരുടെ പ്രവചനത്തെക്കാൾ ഉപരിയായി 102 സീറ്റും 12 മന്ത്രിമാരും തോൽക്കും എന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞ്, അതല്ലെങ്കിൽ ഞാൻ വനവാസത്തിന് തയ്യാറാണ് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയായ ശ്രീ VD സതീശൻ അവരുടെ നിരീക്ഷണ പാഠപത്തിൽ വനവാസത്തിന് പകരം പട്ടാഭിഷേകമാണ് ശ്രീ പത്മനാഭന്റെ മണ്ണിൽ നടന്നത് എങ്കിൽ അത് ധാർമ്മികമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങളോട് നിർവഹിക്കുന്ന കൊടുത്ത വാക്കാണ്. ആ വാക്ക് രാമനിൽ നിന്നാണ് വന്നത് എങ്കിൽ ആ രാമനെ ഭജിക്കുന്ന കുറെ ആളുകളുണ്ടല്ലോ ഇവിടെ, അവർ കൂടി അത് മനസ്സിലാക്കേണ്ടതുണ്ട്. വാക്ക്, ഏക വാക്ക് എന്ന് പറയുന്നത് പാലിക്കപ്പെടാൻ ഉള്ളതാണ്. അത് 740 കോടി രൂപ വയനാട് ദുരന്തത്തിൽ നിന്ന് മാറ്റിയെടുത്തിട്ട് ഇന്നും വീടുകൾ പണിത് വേണ്ടതുപോലെ ഇവിടത്തെ ഭരണാധികാരികൾക്ക് വയ്ക്കാൻ പറ്റാതെ ലീഗ് പണിത് കൊടുത്ത 51 വീടുകളെ പച്ച വീട് എന്നൊക്കെ പറഞ്ഞ് ഹരിതമാണ് എന്നൊക്കെ പറഞ്ഞ് പുച്ഛിക്കുന്നുണ്ടെങ്കിൽ
നിങ്ങളോട് ഞങ്ങൾക്ക് ഇനിയും വളരെ സ്നേഹമുണ്ട്. എന്നോടൊക്കെ പ്രത്യേകം എനിക്ക്, ഞാൻ പഴയ കാലം മുതലേ ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവി അല്ല. അതുകൊണ്ട് ഇതിൽ വെൽഫെയർ പാർട്ടിയിലൊക്കെ നിൽക്കുമ്പോഴൊക്കെ പറയും. എങ്കിലും എനിക്ക് അതുകൊണ്ട് അതിനോട് ഞാൻ അനുഭാവി അല്ല. എങ്കിലും ഈ പാർട്ടി ഇവിടെ നിലനിന്ന് കാണണം എന്ന് സത്യസന്ധമായി ആഗ്രഹിക്കുന്ന നേതാക്കളുടെ ഒരു നിരയാണ് വെൽഫെയർ പാർട്ടിക്ക് അകത്തുള്ളത്. അങ്ങനെ ഒരു പാർട്ടി നയമാണ് ഞങ്ങൾക്കൊക്കെ മനസ്സിൽ രൂപപ്പെടുത്തി തന്നത്. ഐക്യത്തോടു കൂടി ഒരു തീരുമാനത്തെ എടുത്താൽ പിന്നെ അതിന് വ്യക്തിപരമായ പ്രസക്തിയില്ല എന്നുണ്ടെങ്കിൽ സത്യസന്ധമായി സ്നേഹത്തോടു കൂടി, ഇതിനു മുമ്പത്തെ ഒരു പ്രഭാഷണത്തിൽ അടിയൻ പറയുകയുണ്ടായി, നിങ്ങളെ താഴെ ഇറക്കണം എന്ന് പ്രസംഗത്തിലൂടെ നിങ്ങളോട് പറയണമോ അതോ വിശ്വാസിയായ സ്വാമി അയ്യപ്പനോട് പറയണമോ എന്ന് ഒരു സ്ഥലത്ത് ഞാൻ പ്രസംഗിച്ചു എങ്കിൽ അത് അദ്ദേഹം കേട്ടതിന്റെ ഫലം കൂടിയാണ്. അതുകൊണ്ട് തീർത്തും പറയുകയാണ്, അനിക് സ്പ്രേയുടെ പരസ്യം പോലെ ഇതേ രീതി തന്നെയാണ് നിങ്ങൾ ഇനിയും തുടങ്ങാൻ പോകുന്നത് എങ്കിൽ പൊട്ടിപ്പോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന് ബംഗാളിലും ത്രിപുരയിലും നഷ്ടപ്പെട്ടതുപോലെ കേരളത്തിൽ നിന്നും ഈ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന്റെ പതാക ഇല്ലാതെയാകുന്നതായ അതിനു കൂടി കാരണഭൂതനായി തീരരുതേ സഖാവേ എന്നാണ് ഈ വേളയിൽ നിങ്ങളോട് പറയുവാനുള്ളത്. ഇനിയെങ്കിലും നിങ്ങൾ തിരുത്തേണ്ടതുണ്ട്. 10 വർഷക്കാലം നിങ്ങൾ ഈ കേരളത്തിൽ നിലനിർത്തി പോന്ന വിദ്വേഷ വിത്തിന്റെ ആ വിദ്വേഷ വിത്തുകൾ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യ മനസ്സുകളിലേക്ക് കീടനാശിനിയുടെ തളിക്കലുമായിട്ടുള്ള സ്വഭാവത്തോടു കൂടിയാണ് വെൽഫെയർ പാർട്ടി ഒന്നിപ്പും സാഹോദര്യ യാത്രയുമായി കടന്നു ചെന്ന് കേരളത്തിന്റെ പൾസറിഞ്ഞുകൊണ്ട് ഇവിടെ BJP വീണ്ടും അധികാരത്തിൽ വരാൻ ഇടതുപക്ഷമേ നിങ്ങൾ സഹായിക്കരുത് എന്ന് വളരെ ശക്തമായി മനസ്സിലാകുന്ന ഭാഷയിൽ പറയുകയും കുട്ടികളുടെ ശിവൻകുട്ടി മാമ വിദ്യാഭ്യാസ മന്ത്രി ജയിക്കണമേ എന്ന് ആഗ്രഹിക്കുകയും ചെയ്തത് അതുകൊണ്ടാണ്. വളരെ വളരെ നല്ല കാഴ്ചപ്പാടുകളോടുകൂടിയാണ് പോയിക്കൊണ്ടിരുന്നത്. ആ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഉച്ചാവജങ്ങളാം ഓമൽ സുമങ്ങളാൽ മെച്ചമേറിയിടുമീ ആരാമത്തിൽ ദേവൻ വനമാലിക്കാനന്ദമേകാത്ത പൂവൊന്നുമില്ലെന്നതോർത്തുകൊള്ളിൻ. ഓരോ സുമവും അവന്റെ ഇച്ഛയ്ക്കൊത്ത് ഉയരുവാൻ വേണ്ടി കൊതിക്കുന്നു. ആ കൊതിക്കുന്ന പക്ഷത്തിൽ ഓരോ സുമവും അവന്റെ ഇച്ഛയ്ക്കൊത്ത് ഉയരുവാൻ വേണ്ടി കൊതിക്കുന്ന പക്ഷത്തിൽ ഇവിടെ ഇപ്പോഴും പാർശ്വവൽകൃത സമൂഹങ്ങളായിക്കൊണ്ടിരിക്കുന്ന സാമൂഹ്യ നീതിയുടെ കിരണങ്ങൾ ഏറ്റുവാങ്ങാൻ ഭാഗ്യം ലഭിക്കാതെ പോയ ആദിവാസികളും ദളിതരും ന്യൂനപക്ഷങ്ങളുമൊക്കെ ഉണ്ട് എങ്കിൽ ഭഗവാന്റെ വനമാലയാണ് കവി ഉദ്ദേശിക്കുന്നത്. ഗുരുവായൂരിൽ 50 വർഷമായിട്ടും ഒരു ഹിന്ദു MLA ഉണ്ടായിട്ടില്ല ഗുരുവായൂരപ്പൻ അവിടെ ഇരിക്കുമ്പോൾ എന്ന് അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ വളരെ അതുകൊണ്ട് എന്നെ തെരഞ്ഞെടുക്കണേ ഞാൻ വിശ്വാസിയാണ്. പക്ഷെ അത് കേട്ടതായിട്ട് തോന്നിയില്ല ഗുരുവായൂരപ്പൻ, അല്ലേ? ഗുരുവായൂരപ്പൻ അത് കേട്ടിട്ടില്ല. പത്മനാഭസ്വാമിയുടെ അടുത്തേക്ക് ചില തന്ത്രങ്ങൾ വന്നു എന്നതുകൊണ്ട് ജനങ്ങൾ ചില സമയത്തൊക്കെ മാറി ചിന്തിക്കും. അതിൽ മാത്രമാണ് കോർപ്പറേഷനൊക്കെ അങ്ങോട്ട് പോയത്. പക്ഷെ കേരളത്തിൽ എല്ലാ പൂക്കളും കൂടി ചേർത്തിട്ട് കോർക്കുന്ന മാലയ്ക്കാണ് ഏറ്റവും ഭംഗി എന്ന് ഇപ്പോഴും വെൽഫെയർ പാർട്ടി തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ചില പ്രസ്താവനകൾ നമുക്ക് പ്രതീക്ഷകൾ തരുന്നുണ്ട്. ഈ വർഗീയ വിദ്വേഷ വിത്തുകൾ ഇനി ഇവിടെ കേരളത്തിൽ ആ പരിപ്പ് ഇവിടെ വേവില്ല എന്നൊക്കെ പറഞ്ഞ് ചില സോഷ്യൽ മീഡിയയിലൊക്കെ കാണുകയുണ്ടായി. അതൊരു ആർജവത്തോടു കൂടി പറഞ്ഞ കാര്യമാണെങ്കിൽ വളരെ നല്ലതാ. ആ പരിപ്പ് ഇവിടെ കേരളത്തിൽ എന്തായാലും വേവേണ്ടതില്ല. വർഗീയ വിദ്വേഷ വിത്തുകൾ പാകിക്കൊണ്ട് നമ്മളിങ്ങനെ നിൽക്കരുത്. അങ്ങനെയാണ് എങ്കിൽ ഈ PM ശ്രീ പദ്ധതിയൊക്കെ വന്നുപോയ ഒരു കാലഘട്ടത്തിൽ വേണമെങ്കിൽ മറിച്ച് ഇവിടെ ഇരുന്നപ്പോൾ തോന്നിയതാണ്, അത് ആധികാരികമാണോ എന്നറിയില്ല. എങ്കിലും RSSും CPM തമ്മിലുണ്ടായ ഒരു ഡീലിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ കണ്ണായ 4 ഏക്കർ ഭൂമി ശ്രീ M-ന് ഈ സർക്കാർ കൈമാറിയിട്ടുണ്ടായിരുന്നു. അതിന്റെ കാര്യകാരണങ്ങൾ പഠിച്ചിട്ട് ആ ഭൂമി തിരിച്ചു പിടിച്ചുകൊണ്ട് അതാ ഭൂമിയില്ലാത്ത ജനതയ്ക്ക് വേണ്ടി കൊടുക്കാനുള്ള ഒരു ആർജവം കൂടി കാണിക്കുകയാണ് എങ്കിൽ ഈ ഗവൺമെന്റ് പറഞ്ഞു വരുന്നതിലും ചില സത്യങ്ങളുണ്ട് എന്ന് നമുക്ക് ഓർക്കാം. ആശാസമരത്തെക്കുറിച്ച് പ്രസിഡന്റ് പറഞ്ഞു. വയറ്റിൽ കത്രികയുമായി നടന്ന ഒരു സഹോദരി ഹർഷിന, ആ ഹർഷിനയ്ക്ക് നീതി കിട്ടേണ്ടതുണ്ട്.
ഇങ്ങനെ നീതി കിട്ടേണ്ട ജനതയെക്കുറിച്ച് ചിന്തിക്കുന്ന കാലഘട്ടങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സ്വീകരിക്കേണ്ടതുണ്ട്. 10 വർഷക്കാലമായി എന്തായിരുന്നു കേരളത്തിൽ നടന്നുകൊണ്ടിരുന്നത്? അനാവശ്യമായ ഇസ്ലാമോഫോബിയ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുക. പരസ്പര സഹവർത്തിത്വത്തോടെയും സ്നേഹത്തോടെയും സോദരത്തേന വാഴുന്ന മാതൃകാ സ്ഥാനമാണ് എന്ന് പറഞ്ഞ ഗുരുദേവന്റെ വാക്കുകൾക്ക് വിലയില്ലാതായി തീരുന്ന കാലഘട്ടങ്ങൾ, അതിന് ആനുപാതികമായ സാഹചര്യങ്ങൾ, ദുരന്തങ്ങൾ വരുമ്പോൾ ഇതെല്ലാം മറന്നുകൊണ്ട് ഒത്തുകൂടുന്ന ജനത. വയനാട്ടില് ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ വരുന്ന പൊതു ശ്മശാനം, ആ മേപ്പാടിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ജാതിയില്ല, മതമില്ല, അവിടെ വർഗമില്ല, അവിടെ പട്ടിക ജാതി, പട്ടിക വർഗം, ഇപ്പൊ ഇതൊക്കെ വീണ്ടും ചർച്ചയായിക്കൊണ്ടിരിക്കുക. ഇതൊന്നുമില്ല അവിടെ. അവിടെ ദുരന്തത്തിൽ നഷ്ടപ്പെട്ടു പോയ മനുഷ്യർ, അവരുടെ ആത്മാക്കൾ, അവരവിടെ ഒന്നിച്ച് ഒരു ശ്മശാന ഭൂമിയിൽ അങ്ങനെ ഒന്നിച്ച് കഴിയുകയാണ്. അവിടെയാണ് ഗാന്ധിജി നമുക്ക് തുടങ്ങി വെച്ചതായ സർവമത പ്രാർത്ഥനയുടെ പ്രത്യേകത. ആ സർവമതങ്ങളും ഏകോദര സഹോദരങ്ങളെ പോലെ പോകുകയും അതിനോടൊപ്പം തന്നെ അവനവന്റെ വിശ്വാസങ്ങൾ പുലർത്തുകയും ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ശ്രീ വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി എന്നറിയുമ്പോൾ പാളയം ഇമാമും പള്ളിയിലെ ബിഷപ്പും തിരുമേനിയും ജമാഅത്തിന്റെ അമീറും അതല്ലെങ്കിൽ പിന്നെ SNDPയുടെ സ്വാമിമാരും ഒക്കെ വന്ന് പ്രതീക്ഷകൾ കൊടുത്തുകൊണ്ട് കൈകൾ ചേർത്തു പിടിക്കുന്നത് അവർ അങ്ങനെ ഒരു കേരളത്തെ തന്നെയാണ് ആഗ്രഹിക്കുന്നത് എന്നതാണ്. അതുകൊണ്ട് അദ്ദേഹം പറയുകയുണ്ടായി, നമുക്ക് ബോധമുണ്ടായിരിക്കണം, മനുഷ്യർക്കൊരു ബോധമുണ്ടായിരിക്കണം. സതീശൻ എന്ന് പറയുന്ന വ്യക്തി എൻ്റെ ജില്ലക്കാരനാണ്, ചെറുപ്പം മുതലേ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. ഡോക്ടർ KS രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആളെ ഒരു 20-21 വയസ്സ് കാലത്ത് ഒരു സർവമത സംഘടനയിൽ വെച്ചിട്ടാണ് അടിയൻ പരിചയപ്പെടുന്നത്. ഡോക്ടർ KS രാധാകൃഷ്ണൻ PSCയുടെ ചെയർമാനൊക്കെയായി മാറിയ ആളെ മതസൗഹാർദ്ദ വേദിയിൽ വെച്ചാണ് പരിചയപ്പെടുന്നത്. ആ വേദിയിൽ വെച്ച് പരിചയപ്പെട്ട് കഴിഞ്ഞ് പിന്നീട് അദ്ദേഹം BJPയുടെ ആളായി മാറി. ഇന്ന് എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ അധികാരത്തിനും അതിൻ്റെതായ ഭൗതികമായ സുഖഭോഗങ്ങൾക്കും വേണ്ടി മാറാൻ തയ്യാറായാൽ, ഇപ്പോൾ KV തോമസിന് അവിടെ ഇല്ലത്തുനിന്ന് പുറപ്പെടുകയും ചെയ്തു. ഈ ബ്രാഹ്മണിക്കൽ ഭാഷയാണെന്നൊന്നും പറയരുത് കേട്ടോ, അത് പഴയ കാലത്ത്. ഇപ്പം ഇങ്ങനെ പേടിക്കണം, ഇത് ഇസ്ലാമോഫോബിക്കാണ്, ഇത് സവർണ ഭാഷയാണ്, ഇത് ബ്രാഹ്മണിക്കലാണ്, ഇത് കൊളോണിസമാണ് എന്നൊക്കെ പറയും അല്ലേ. ഇല്ലത്ത് നിന്ന് പുറപ്പെടുകയും ചെയ്തു, അമ്മാത്തൊട്ട് എത്താനും പറ്റിയില്ല എന്ന് പറഞ്ഞ് രണ്ട് പാലം ഇട്ട ആൾക്കാരാണ് ബ്രിട്ടാസും ഡോക്ടർ KV തോമസും അല്ലേ. BJP ഗവൺമെന്റും CPM ഗവൺമെന്റുമായിട്ട് 2 പാലം ഇട്ട ആളാണ്. അപ്പൊ പാലം കടക്കുമ്പോ നാരായണ, പാലം കടന്നു കഴിയുമ്പോ കൂരായണ. ഇപ്പൊ പാലം വലിച്ചു ആര്? കോൺഗ്രസ് ഗവൺമെന്റ് വന്നിട്ട് ആ പാലം ഇങ്ങോട്ട് വലിച്ചപ്പോ കോൺഗ്രസിൽ നിന്ന് കൂറുമാറി അപ്പുറത്തേക്ക് പോയി പാലമിട്ട ആള് ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ച് നിലനിൽപ്പില്ലാതെ കൊച്ചിയിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. അവിടെ നമ്മുടെ പ്രിയപ്പെട്ട ഷിയാസ് എന്ന് പറയുന്ന കൊച്ചു സഹോദരൻ MLA ആയി മാറുകയും ചെയ്യുന്നു. അപ്പം മനുഷ്യനോട് മനുഷ്യത്വത്തോടു കൂടി ചേർന്ന് നിൽക്കുന്ന കാഴ്ചപ്പാടുകളുള്ള അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് ഇതിനു മുമ്പ്. ഈ ദിവസങ്ങളിലും ചോദിച്ചൊരു കാര്യമുണ്ട്. സഖാവ് പിണറായി വിജയനും VD സതീശൻ എന്ന് പറയുന്ന ഞാനും ഇപ്പോൾ സംസാരിക്കുന്ന ഈ പ്രേമാജി പിഷാരടിയും റസാഖ് പാലേരിയും ഒക്കെ ഈ ഭൂമിയിൽ നിന്ന് ഒരു ദിവസം മൺമറഞ്ഞു പോയേക്കാം. അവർ വ്യക്തികളാണ്. അധികാര സ്ഥാനങ്ങളിൽ ഇരുന്നു എന്നതുകൊണ്ട് മരണം തൊടാതിരിക്കുന്ന ചരിത്രമില്ല. അവർ വ്യക്തികളാണ്. പക്ഷേ ആ വ്യക്തികൾ ഓരോ സ്ഥാനത്തിരിക്കുമ്പോഴും അടുത്ത തലമുറയിലേക്ക് എന്താണ് പകർന്നു കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, കുട്ടിക്കാലത്ത് നമ്മൾ ഇലകൾ, പച്ച, പൂക്കൾ, മഞ്ഞ കളിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ വർണ്ണ വൈവിധ്യത്തിലുള്ള ആ സന്തോഷത്തിൽ സഞ്ചരിച്ചു പോയിരുന്ന ആളുകളാണ്. അങ്ങനെ സഞ്ചരിച്ചിരുന്ന ഒരു ജനതയെ കിറ്റ് കൊടുത്തുകൊണ്ട് കയ്യിലാക്കാം എന്നോ തിരുവാതിര നടത്തിക്കൊണ്ട് കയ്യിലാക്കാം എന്നോ വൈതാളികന്മാരെ കൊണ്ട്, നിങ്ങൾക്ക് ഓർക്കുക, പ്രബുദ്ധരായ സുകുമാർ അഴീക്കോടിന്റെയും MN വിജയൻ സാറിന്റെയും ഒക്കെ വാക്കുകൾ ഓർക്കുക. വിഗ്രഹ സൃഷ്ടി നടത്തരുത്, വിഗ്രഹ ഭഞ്ജനം നടത്തണം എന്ന് പറഞ്ഞ് ഉപദേശങ്ങൾ കൊടുത്തിരുന്ന ആളുകളാണ്.
അപ്പുറത്തിരിക്കാനും സഖാവ് പിണറായി വിജയൻ മാത്രം, ഇപ്പുറത്തിരിക്കാനും സഖാവ് പിണറായി വിജയൻ മാത്രം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു പാർട്ടിയെ എങ്ങനെയാണ് കൊണ്ടുപോയത് എന്നോർക്കണം. ഒന്നാലെ അണികൾ ഓർക്കണം, അല്ലെങ്കിൽ ഇരിക്കുന്നവർ ഓർക്കണം, അല്ലേ? അപ്പൊ അങ്ങനെ വരാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പിന്നെയും അവിടെ ഇരുന്നു കൊണ്ട് ധാർഷ്ട്യം നിറഞ്ഞ നിലപാടുകളാണ് സ്വീകരിക്കുന്നത് എങ്കിൽ ജനം ബുദ്ധിയുള്ളവർ തന്നെയാണ്. അവർ പഠിക്കുന്നുണ്ട്, അടുത്ത തലമുറകൾ അത് കാണുന്നുണ്ട്. ഈ ദിവസങ്ങളിലെ ഏറ്റവും വലിയ ചിരിക്കുന്ന മുഖ്യമന്ത്രിയെ കിട്ടി എന്നാണ് പറഞ്ഞത്. ഏറ്റവും കൂടുതൽ ആദരിക്കുക, അവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ, മാധ്യമങ്ങളോട് കടക്കൂ പുറത്ത് എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി, ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ പോയി ചോദിക്കൂ എന്ന് പറയുന്ന മുഖ്യമന്ത്രി. നേരത്തെ സൂചിപ്പിച്ചില്ലേ, സ്പീഡിനെ കുറിച്ചൊക്കെ പറയും. ദേശീയപാത ഇടിഞ്ഞു വീഴുകയൊക്കെ ചെയ്തതാണ്, എന്നാലും അത് പിന്നെയും പുരോഗമിച്ചുകൊണ്ടിരിക്കുക. നമ്മളൊക്കെ അതിന്റെ സമരം ചെയ്തിട്ടാണ് ഇരകൾക്ക് ധാരാളമായ അതിന്റെ വില വർധനവൊക്കെ നേടിക്കൊടുക്കാനായിട്ട് സാധിച്ചത്. അപ്പൊ കാര്യകാരണ സഹിതം കുറെ ആളുകളെ സംഘടനാപരമായിട്ട് സർവീസ് സംഘടനകളെയൊക്കെ യൂണിയന്റെ ഭാഗമായിട്ട് നിർത്തുകയോ ട്രേഡ് യൂണിയനുകൾ ഞങ്ങളോടൊപ്പം നിൽക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ കാര്യങ്ങൾ നടത്തിയാൽ, നേരത്തെ പറഞ്ഞില്ലേ പുസ്തകം, അണികൾ നേതാക്കളെ തിരുത്തുന്ന ഒരു കാലമുണ്ട്. ഒരു സന്ദർഭത്തിൽ ജനങ്ങൾക്കിടയിൽ ഒരു ഭീതി ഉണ്ടായിരുന്നു. അത് ചില അനുഭവങ്ങളിൽ നിന്ന് ഉണ്ടായ ഭീതിയാണ്. പക്ഷേ സഹകരണ ബാങ്കുകളിൽ സംഭവിക്കുന്നതും കേരളത്തിൽ ഇങ്ങനെ അഴിമതി ഒന്നായി ഇങ്ങനെ വരികയും, ഇന്നലെ പുതിയ മുഖ്യമന്ത്രിയോട് PSCയുടെ റാങ്ക് ലിസ്റ്റിൽപ്പെട്ടവർ പറയുകയുണ്ടായിരുന്നു, 3 വർഷമായി ഞങ്ങൾ കാത്തിരിക്കുന്നു, നിയമനങ്ങൾ ഒന്നും തന്നെ നടന്നിട്ടില്ല, കാലാവധി തീർന്നിരിക്കുന്നു എന്ന് പറയണം. കാലാവധി നീട്ടിക്കൊടുക്കാം, നവംബർ വരെ നീട്ടിയിരിക്കുന്നു എന്ന് പറയാണ്. പഠിക്കാനൊക്കെ ഒരു സമയം കിട്ടണമല്ലോ. ആശാവർക്കർമാർക്ക് 3000 രൂപ കൂട്ടിക്കൊടുത്തപ്പോൾ ധനമന്ത്രി ബാലഗോപാൽ വളരെ മോശമായ വിമർശനമാണ് പറഞ്ഞത്, അല്ലെ? MM മണി അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഇടുക്കിയിലെ കർഷക തൊഴിലാളിയായ സാധാരണക്കാരൻ്റെ ഭാഷയാണ് എന്ന് പറഞ്ഞ് അതിനെ എല്ലാ കാലത്തും എൻ്റെ പ്രിയപ്പെട്ട വെൽഫെയർ പാർട്ടി സുഹൃത്തുക്കളെ നിങ്ങൾ എഴുതിത്തള്ളരുത്. അതത്ര ശുദ്ധമായ വർത്തമാനങ്ങളൊന്നുമല്ല. ശുദ്ധമായ വർത്തമാനങ്ങൾ 1-2 പ്രാവശ്യമൊക്കെ ഉണ്ടാവുള്ളൂ. ശ്രീ AK ബാലനിൽ നിന്ന് വന്നത് ഈ സഖാക്കളെല്ലാം ചേർന്നുകൊണ്ട്, പിന്നെ ഇനി മനസ്സിലാകാത്ത 2 പേരുണ്ട്. ഒന്ന് P രാജീവ്, പറയണത് എന്താന്ന് സാധാരണക്കാർക്ക് മനസ്സിലാവണില്ല. സതീശൻ അവർകൾ പറഞ്ഞത് ഞാൻ ജൻസിയുടെ ഭാഷ പഠിച്ചു തുടങ്ങി എന്നതാണ്. ഒരു സ്വരാജ് ഉണ്ട്, M സ്വരാജ്. ദൈവമേ, മലയാളത്തെ MA ഉള്ളതാണ്. എനിക്കൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല. എന്താ അദ്ദേഹമൊക്കെ പറയുന്നത്, അതിനി എന്താ അതിൻ്റെ അന്തർധാര, സജീവം. ഇതിലൊക്കെ ഭേദം ശങ്കരാടി പറഞ്ഞു വെച്ചേക്കണ ശ്രീനിവാസന്റെ സന്ദേശം എടുത്ത് കണ്ട ചിരിക്കാനും ഉണ്ട്, മനസ്സിലാക്കാനും ഉണ്ട്. ഇത് എന്നിട്ടും തോറ്റ് തുന്നം പാടി ഇരുന്നിട്ടും വാശിക്കൊരു കുറവുമില്ലാത്ത രീതിയിൽ ജനങ്ങളോട് ഇറങ്ങി ചെല്ലുകയോ അവരെ ഒന്ന് ചേർത്ത് പിടിക്കുകയോ അവരോടൊന്ന് സ്നേഹമായിട്ട് സംസാരിക്കുകയോ, കണ്ണീരുണ്ട് അവരുടെ കണ്ണിൽ, രക്തമുണ്ട് അവരുടെ ഹൃദയത്തിൽ, വിശപ്പുണ്ടവർക്ക് എന്നൊന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു സംഭാഷണ ശൈലിയെങ്കിലും ഇനി സഖാക്കൾ സ്വീകരിക്കണ്ടേ? സ്വീകരിക്കാൻ ഒരു പാഠം പഠിപ്പിച്ചു കൊടുത്തപ്പോൾ അതിനൊരു നിമിത്തമായി വെൽഫെയർ പാർട്ടി കേരളത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ആധികാരികമായ വിഷയങ്ങളെ ചർച്ച ചെയ്തുകൊണ്ട് സമരം ചെയ്യേണ്ടടുത്ത് സമരം ചെയ്തു, ഓടിയെത്തേണ്ടടുത്ത് ഓടിയെത്തി. ദുരന്ത ഭൂമികളിൽ അവർ സഹകാരികളായി. വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുത്തു, അന്നമില്ലാത്തവർക്ക് അന്നം എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് തന്നെ വീടുകളിൽ ചെന്ന ജനത്തോട് പറഞ്ഞു, നമ്മുടെ ഈ മതസൗഹാർദ്ദത്തെ തടുക്കരുത്, നമുക്ക് ഓണവും വിഷുവും ഈസ്റ്ററും ഒക്കെ ഒന്നിച്ചു തന്നെ ആഘോഷിക്കണം. അങ്ങനെ ആഘോഷിച്ചൊരു സമൂഹമാണിത്, ഒരു സമുദായങ്ങളാണിത്. സമുദായ സൗഹാർദ്ദം പുലർത്തിയിരുന്നതാണ്. അധികാരത്തിന് വേണ്ടി ചെറിയ അപ്പകഷ്ണങ്ങൾക്ക് വേണ്ടി പാലക്കാട് നിന്ന് വേഗം കേരളയിൽ കയറി വന്ന് എറണാകുളത്ത് വന്ന് വിറ്റ അത്രയ്ക്കൊന്നും പ്രാരാബ്ധമൊന്നും ഇവിടുത്തെ പെണ്ണുങ്ങൾക്ക് ഇല്ലെന്നേ. ആരാ പറഞ്ഞു കൊടുത്തത് ഇത്ര വേഗമൊക്കെ വന്നിട്ട് വേണം എന്നുള്ളത്? പക്ഷെ സ്ത്രീകളെ പരിഗണിക്കുന്ന ഒരു സർക്കാരിൽ കൂടി ഞങ്ങൾ പ്രതീക്ഷ വയ്ക്കുകയാണ്. അർത്ഥഭാഗമായി കൊണ്ട് വോട്ട് ചെയ്യുകയും നിയമസഭയിലും പാർലമെന്റിലും തദ്ദേശ സ്വയംഭരണങ്ങളിലുമൊക്കെ 50% കാലഘട്ടങ്ങളിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒന്ന്.
ഈ വളരെ സ്നേഹപൂർവ്വം ഒന്ന് പറയാനുള്ളത് എന്താണ് എന്ന് വെച്ചാൽ, നിങ്ങൾ ഗർഭപാത്രത്തിന് വല്ലാതെ വിലയിടരുത്. അതൊരു 10 മാസം കൊണ്ട് ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു കുഞ്ഞ്, ആ കുഞ്ഞിൻ്റെ ജീവനുകൾക്ക് വിലയുണ്ട്. പടക്കം മുണ്ടത്തിക്കോട് പൂരത്തിൻ്റെ ഒരു മിന്നായത്തിൻ്റെ സൗഹൃദത്തിന് വേണ്ടി, ആഹ്ലാദത്തിന് വേണ്ടി ഒരു തൊഴിലായി കണ്ടുകൊണ്ടുവരുമ്പോൾ അത് പൊട്ടിത്തെറിച്ച ജീവിതങ്ങളാണ്. അതുകൊണ്ട് നിസ്സാരമായി കാണരുത് ഒരു കുഞ്ഞിൻ്റെയും ജീവനെ. സർക്കാരിനോട് പറയാനുള്ളത് അത് പെട്ടെന്ന് വേറെ എന്തും, എൻ്റെ അമ്മ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, എൻ്റെ അമ്മ എന്നോട് പറഞ്ഞ കാര്യമാണ്, ലോകത്തെ ഏത് കാര്യവും നീ ഏറ്റെടുത്തോളൂ, പക്ഷെ ഒരു കുഞ്ഞിനെ, വേറൊരു അമ്മയുടെ കുഞ്ഞിനെ നോക്കാൻ ഏറ്റെടുക്കരുത്. കാരണം അത് സ്നേഹത്തിന്റെ കുറവ് കൊണ്ടല്ല, അതിലെന്തെങ്കിലും ഒരു അബദ്ധം പറ്റിയാൽ തിരിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒന്നല്ല. അതാണ് ഇടശ്ശേരിയുടെ പൂതപ്പാട്ടൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അത് അതേപോലെ തിരിച്ചു കൊടുക്കാൻ കഴിയില്ല. ഒരു ആശുപത്രിയിൽ ദുരന്തമുണ്ടായാൽ വീണ്ടും സർക്കാരിന് പണമുണ്ടെങ്കിൽ ആശുപത്രിയൊക്കെ വീണ്ടും ICU ഒക്കെ വീണ്ടും AC ഒക്കെ വെച്ചിട്ട് ഉയർത്തിക്കെട്ടാൻ പറ്റും. പക്ഷെ ഒരു മനുഷ്യജീവൻ ഇവിടെ ഇല്ലാതെയായാൽ ആ മനുഷ്യജീവനെ, ആ കുടുംബത്തേക്ക് എന്തിന്റെ പേരിലായാലും തിരിച്ചു കൊടുക്കാൻ, അതേപോലെ തിരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്ന ഒരു തിരിച്ചറിവുണ്ട്. അങ്ങനെയുള്ള തിരിച്ചറിവിന്റെ ഭാഗത്ത് നിന്നുകൊണ്ടാണ് പെറ്റ അമ്മയെ തല്ലിക്കൊല്ലുന്ന സമൂഹത്തില് വാർദ്ധക്യത്തിൽ അവർ അനാഥപ്പെടുന്നു എന്ന് മനസ്സിലായ സന്ദർഭത്തിൽ പുതിയ ഒരു വകുപ്പ് സൃഷ്ടിക്കാൻ സർക്കാർ തയ്യാറായിട്ടുണ്ട് എങ്കിൽ അതിനെ 2 കൈയും കൊണ്ട് നീട്ടി സ്വീകരിക്കേണ്ടതായ ഒരു സാഹചര്യമുണ്ട്. മൂന്നാമത്തത് എന്ന് പറയുന്നത്, വെൽഫെയർ പാർട്ടി നിലവിൽ വന്നതിന് ശേഷം എന്നെ ആകർഷിച്ച ഏറ്റവും വലിയ ഘടകമാണ് ഈ പാർട്ടിയിൽ ഇപ്പോഴും നിൽക്കാൻ മദ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ. ഘട്ടം ഘട്ടമായി ഇതെങ്ങനെ നടപ്പിലാക്കാൻ കുറച്ചു കൊണ്ടുവരാം എന്ന് ചിന്തിച്ച് ശ്രീ ഉമ്മൻചാണ്ടി സർക്കാരിന് നമ്മൾ അതിന്റെ പകർപ്പൊക്കെ കൊടുത്ത് 26 ബാർ വരെ എത്തിച്ചിട്ടാണ് ആ മഹാമനുഷ്യൻ ഇറങ്ങുകയോ ഇറക്കുകയോ എന്തുമായിക്കോട്ടെ അങ്ങനെ സംഭവിച്ചത്. അവിടെ നിന്നാണ് 26-ൽ നിന്ന് 926 ബാറുകൾ വരെ എത്തിച്ചുകൊണ്ട് ദിവസത്തിൽ ഒരു ലഹരിയുടെ ഭാഗമായി കൊണ്ട് ഒരു മരണമെങ്കിലും കേരളത്തിൽ കേൾക്കുന്ന വിധത്തിലും ലോട്ടറിയിൽ നിന്നുമാണ്, മദ്യത്തിൽ നിന്നുമാണ് വരുമാനം എന്ന് ചിന്തിച്ച പിണറായി സർക്കാരെ, നിങ്ങൾ താഴെ ഇറങ്ങുന്നതിന് കാരണമായി തീർന്നിട്ടുണ്ടെങ്കിൽ അത് ഇതിലൊന്നാണ് എന്ന് നിങ്ങൾ ഇനിയും തിരിച്ചറിയേണ്ടതുണ്ട്. അമ്മമാർ അങ്ങേറ്റം വേദനയിലാണ്. കുഞ്ഞുങ്ങൾ ലഹരിക്ക് അടിമപ്പെട്ട് ജീവിതം നഷ്ടപ്പെടുന്നതിന്റെ വേദന ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടും 97 മലപ്പുറത്ത് 97 ബാച്ച് ചോദിച്ച പാർട്ടിയുടെ ബഹുജന സംഘടനയായ സഹോദര്യ സംഘടനയായ ഫ്രറ്റേണിറ്റിക്ക് 97 ബാറുകൾ കൽപ്പിച്ചു കൊടുക്കുകയും ഇനി മദ്യം കഴിക്കാത്ത മുസ്ലിം ജനതയെ പ്രലോഭിപ്പിച്ചുകൊണ്ട് മലബാർ ബ്രാൻഡി എന്നൊക്കെ പേരിട്ട് ഒന്നുകൂടി അതിലേക്കൊക്കെ ശ്രമിച്ചു എങ്കിൽ അത്തരം ലഹരികളിലൊന്നും കേരള ജനത വീഴുകയില്ല എന്ന്. കയ്യബദ്ധങ്ങൾ സംഭവിക്കാം, പക്ഷെ തിരുത്താനുള്ള മനസ്സുള്ളവരാണ്. അതുകൊണ്ട് മതസൗഹാർദ്ദം നിലനിർത്തുന്ന ഒരു ലഹരിക്ക് വിധേയപ്പെട്ട കേരളത്തെ നിങ്ങൾ ഇനിയും വിദ്വേഷത്തിന്റെ വിത്തുകൾ വിതച്ചുകൊണ്ട്, ഇസ്ലാമോഫോബിയ സൃഷ്ടിച്ചുകൊണ്ട്, അമീർ, കുഞ്ഞാലിക്കുട്ടി, കുഞ്ഞുമാണി, കുഞ്ഞാപ്പ എന്നൊക്കെ പറയുന്ന ഒരു നിലമ്പൂർ വിഷയമൊക്കെ ഉണ്ട് കേട്ടോ, പഹൽഗാം വിഷയമുണ്ട് കേട്ടോ സംസാരിക്കാനാണെങ്കിൽ, മണിപ്പൂർ വിഷയമുണ്ട് കേട്ടോ സംസാരിക്കാനാണെങ്കിൽ, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളെ വെച്ചുകൊണ്ട് പാകിസ്ഥാനിൽ, ഇസ്രായേലിൽ പ്രയാസമുണ്ടാകുമ്പോൾ, ഗസയിൽ വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ ദുഃഖം ഖേദപ്പെടുത്തുന്നവരെ തീവ്രവാദികളല്ല. എവിടെയാണെങ്കിലും ദുരന്തം തന്നെയാണ്. മനുഷ്യർ തന്നെയാണ്. വിശപ്പ് തന്നെയാണ്. സാമ്രാജ്യത്വ അധിനിവേശത്തിന്റെ, അധികാരത്തിന്റെ, ഏകാധിപത്യത്തിന്റെ ഹിരണ്യകശിപത്വം കൊണ്ട് നശിപ്പിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ പുതിയ നരസിംഹാവതാരങ്ങൾ ഉയർത്തെടുത്തുകൊണ്ട് അതൊക്കെ ഇല്ലാതാക്കുക തന്നെ ചെയ്യും എന്ന് കാലത്തിന്റെ കാവ്യനീതികൾ ഈ കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഒന്ന്, എന്റെ പ്രിയപ്പെട്ട സ്വരാജെ, എന്റെ പ്രിയപ്പെട്ട KK രാഹുലേ, രാകേഷേ,
അല്ലെങ്കിൽ മന്ത്രി രാജേഷ്, നിങ്ങളൊക്കെ കുറച്ച് ഒരാഴ്ച ഒന്ന് നിങ്ങൾ നന്നായിട്ട് പോയി അങ്ങോട്ട് കിടന്നുറങ്ങുക. സതീശൻ സർക്കാർ എന്താ ചെയ്യുന്നതെന്ന് നോക്കാതെ എന്നിട്ട് സ്വസ്ഥമായിട്ടൊന്ന് ഇരിക്കുക. എന്നിട്ട് ശാന്തമായിട്ടൊന്ന് ചിന്തിക്കുക, എന്തൊക്കെയാ ഞങ്ങൾ പറഞ്ഞത്, എന്തൊക്കെയാ ചെയ്തത്, അതുകൊണ്ടുണ്ടായ അപകടം എന്താ ഈ കേരളത്തിൽ സംഭവിച്ചത് എന്ന് ചിന്തിക്കുക. അപ്പൊ അവർക്ക് മനസ്സിലാകും, ഞങ്ങളാണ് മതേതരത്വത്തിന്റെ വക്താക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് ആർഷഭാരത സനാതന സംസ്കാരത്തിന്റെ താമര ഇവിടെ വിരിയില്ല, അതിനുവേണ്ടി വെൽഫെയർ പാർട്ടി ഒന്നും മഞ്ഞുകൊള്ളണ്ട എന്ന് പറഞ്ഞവര് 3 സീറ്റ് ഈ തലസ്ഥാന നഗരിയിൽ തന്നെ കൊടുക്കാൻ കാരണമായതിനെ കുറിച്ച് അക്കമിട്ട് അവര് പഠിക്കുക. എന്നിട്ട് കമ്മിറ്റിയിലേക്ക് വരിക. ഇന്നലെ ശൈലജ ടീച്ചറോട് ചോദിക്കുകയുണ്ട്, ടീച്ചറെ ഒതുക്കിയോ എന്ന്. ടീച്ചർ പറഞ്ഞു, എന്നെ ഒതുക്കാനോ? ചോദിച്ച ചോദ്യമാണ്, എന്നെ ഒതുക്കാനോ? ഞാൻ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. എനിക്ക് കൂടുതലൊന്നും അറിയില്ലെങ്കിലും ഞാൻ ആലോചിച്ചു, ഇവിടെ ഒരു സംസ്ഥാനത്തും ഇനി CPM അല്ലെങ്കിൽ ഇടതുപക്ഷം എന്ന് പറയുന്ന ഒരു പാർട്ടിയൊന്നും ഇല്ലാതിരുന്നിട്ട് ഞാനും എൻ്റെ ഭാര്യയും തട്ടാനും എന്ന് പറയുന്ന CPM-ന്റെ ഒരു നയമുണ്ടല്ലോ, ആ നയത്തിൽ വെച്ചുകൊണ്ട് ഇപ്പോഴും പറയുകയാണ് ഞാനിപ്പോഴും കേന്ദ്ര കമ്മിറ്റി അംഗമാണ് എന്ന്. ഒന്ന് യാഥാർത്ഥ്യ ബോധത്തോടു കൂടി കാലിൻ്റെ അടിയിലെ മണ്ണ് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് തിരിച്ചറിയൂ സഖാക്കളെ. ആ തിരിച്ചറിവിൽ നിന്ന് നമുക്ക് ഒരുമിക്കാം. എന്നിട്ട് ഈ താമര ഫാസിസത്തിന്റെ കടന്നുവരവ് കൊണ്ട് ഇവിടെ വിതച്ചു പോയതായ മാലിന്യമുണ്ട്. ഇവിടെ ആ മാലിന്യ സംസ്കാരത്തെ നമുക്കൊന്ന് തൂത്തെറിയാം. ഒന്നും കൂടി കൈകോർത്തുകൊണ്ട് നമുക്ക് ആ പഴയ പരശുരാമൻ സൃഷ്ടിച്ച കേരളമാവട്ടെ, മാവേലി സൃഷ്ടിച്ച കേരളമാകട്ടെ, ഖലീഫ ഉമർ പറയുന്നതായ സന്തോഷത്തിന്റെ രാജ്യമാകട്ടെ, ക്രിസ്തുവിന്റെ എല്ലാവരും പറയുന്നത് ഇത്ര തന്നെയുള്ളൂ, ക്രിസ്തുവിന്റെ രാജ്യം ഇവിടെ വരണേ എന്ന് പറഞ്ഞാൽ സന്തോഷവും സമാധാനവും കൃപയും കാരുണ്യവും സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാത്തതും കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുന്നതും അവർ സന്തോഷത്തോടു കൂടി അന്തി ഉറങ്ങുന്നതും. SSLC-യുടെ റിസൾട്ട് അറിഞ്ഞപ്പോൾ ആത്മഹത്യ ചെയ്തു ഇപ്പോഴും ഒരു കുട്ടി, അല്ലേ? നീറ്റ് പരീക്ഷയിൽ തോറ്റപ്പോ അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു എന്നറിഞ്ഞപ്പോ ആത്മഹത്യ ചെയ്തു. അതാ പറഞ്ഞത്, നിങ്ങൾ ഗർഭപാത്രത്തിന് വിലയിടരുത്. നമുക്ക് ഒന്നുകൂടി എല്ലാവരും വിമർശിച്ചല്ലോ ഈ ഭാരതത്തിന്റെ വന്ദേ മാതരം ഒക്കെ ചൊല്ലി എന്ന് പറയുന്നു. വന്ദേ മാതരവും മറ്റേ ജനഗണമനയും ഒക്കെ നമ്മൾ 1ലും 2ലും ഒക്കെ എല്ലാ പാഠവും ഒക്കെ പഠിച്ചിട്ടില്ലേ? എന്താ ഉള്ളൂരിന്റെ ഒരു കവിത, അന്നൊന്നും നമുക്കില്ലാത്ത എന്ത് അസ്വസ്ഥതയാണ് ശശികല ടീച്ചറെ നിങ്ങൾക്ക് ഇപ്പൊ ഉണ്ടാകേണ്ടത്. ഉള്ളൂരിന്റെ ഒരു കവിത, ബഷീറിന്റെ ഒരു കഥ, അല്ലേ? അപാത്തുമ്മയുടെ ആട്, അതല്ലെങ്കിൽ പിന്നെ ക്രിസ്ത്യനായിട്ടുള്ള എഴുത്തുകാരുടേതായ നമ്മൾ അവരുടെയൊക്കെ നോവലുകള്, MTയുടെ 4 കെട്ട്, ഇതൊക്കെ പഠിച്ചപ്പോഴും കഥ പഠിച്ചപ്പോഴും കവിത പഠിച്ചപ്പോഴും ഒന്നും നമുക്കില്ലാതിരുന്ന എടശ്ശേരി, അന്നൊന്നും നമ്മൾ എടശ്ശേരി എന്നാ പറയാറുള്ളൂ. അങ്ങേര് നായരാണോ ഗോവിന്ദൻ നായരാണോ എന്ന് നോക്കാറില്ല. M മുകുന്ദൻ അങ്ങേര് മാഹിക്കാരനാണ് എന്നേ തിരിയാറുള്ളൂ. അങ്ങേര് SNDP-കാരനായിരുന്നോ എന്ന് ചിന്തിച്ചിട്ടില്ല. സുകുമാർ അഴീക്കോട് അത്രേ ഉള്ളൂ. ആരാ ഏത് ജാതിയിൽ നിന്നുകൊണ്ടാണ് സിനിമ പിടിച്ചിരുന്നത്? കമലുദ്ദീനാണോ എന്ന് ചിന്തിച്ചിരുന്നില്ല. ഇതൊക്കെ ഈ നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് നിന്ന് വന്ന് ചരിത്രത്തിന്റെ പശ്ചാത്തലങ്ങളെ ഇല്ലാതെയാക്കാൻ ശ്രമിച്ചുകൊണ്ട് അവർ നിർമ്മിച്ച അപനിർമ്മിതികളാണ് എങ്കിൽ നമുക്ക് നമ്മുടെ ആ സാംസ്കാരികമായ ഒരു ഉൾത്തുടിപ്പുണ്ടല്ലോ, ആ ഉൾത്തുടിപ്പിൽ നമ്മളെല്ലാവരും കുട്ടിക്കാലത്ത് പ്രാർത്ഥിച്ചിരുന്ന ഒരു ഈശ്വര പ്രാർത്ഥന, അന്ന് പ്രേമ ചൊല്ലില്ല എന്ന് പറഞ്ഞിട്ടില്ല, ബഷീർ ചൊല്ലില്ല എന്ന് പറഞ്ഞിട്ടില്ല, മേരി ചൊല്ലില്ല എന്ന് പറഞ്ഞിട്ടില്ല, ദൈവമേ കാത്തുകൊള്ളുക ഞങ്ങളെ എന്ന് പറയുന്ന ആ ഒരു ഈശ്വര പ്രാർത്ഥന, അല്ലേ? ചൊല്ലിയിട്ടുണ്ട് നമ്മള്. അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീ എന്നും. ഈ പരമപ്രകാശം കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ പ്രവാചകൻ കൊളുത്തിവെച്ചതാണോ എന്ന് ചോദിച്ചിട്ടില്ല. ജോയ് മലപ്പുറത്ത് നിന്ന് കൊണ്ടുവന്നിട്ട് കത്തിച്ചതാണോ എന്ന് ചോദിച്ചിട്ടില്ല. കോമാളി എന്ന് നേക്കി നിർത്തിയ രമേശ് പിഷാരടി കോമാളിത്തരത്തിലൂടെ ഊതി കത്തിച്ചതാണോ എന്ന് ചോദിച്ചിട്ടില്ല. ശ്രീ VD സതീശനും അതല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയും KC
ഒക്കെ കൊളുത്തിവെക്കുന്നത് നായര് കൊളുത്തിയ ഭദ്രദീപമാണോ എന്ന് ചോദിച്ചിട്ടില്ല. അങ്ങനെ ചോദിക്കാതെ തന്നെയാണ് ഈ കേരളം മുന്നോട്ട് പോയത് എങ്കിൽ ആ ചോദ്യം ചോദിക്കാതെ തന്നെ വിളക്കിന്റെ കീഴിലിരുന്നു കൊണ്ട് തത്വം പറയും. ഒരു വിളക്കിന്റെ കീഴിലിരുന്നു കൊണ്ട് മനുഷ്യർ ചിലർ ചീട്ട് കളിക്കും, ചിലർ കള്ളു കുടിക്കും. എബ്രഹാം ലിങ്കനെ പോലെയുള്ളവർ പാഠം പഠിച്ചിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ആകും. അത് വിളക്കിന്റെ തെറ്റല്ല. അതാ വിളക്കിന്റെ തെറ്റല്ല എങ്കിൽ ഈ ഈശ്വര ചൈതന്യത്തിന്റെ കീഴിൽ ആത്മീയമായ വിദ്യാഭ്യാസത്തിന്റെ പശ്ചാത്തലത്തിൽ വെൽഫെയർ പാർട്ടി ഗോതമ്പു മണികളാൽ അങ്കിതമായി ഏകോദര സഹോദരങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് വിശപ്പു മാറ്റുക, ദുരിതം മാറുക, കിടപ്പാടമുണ്ടാകുക, സ്വസ്ഥതയുണ്ടാകുക എന്ന് പറയുന്നതായ ഒരു ദീപം കൊളുത്തിയിട്ടുണ്ടെങ്കിൽ ആ ദീപത്തിന്റെ കുടയിൽ അണിചേരാൻ ഇനി നിങ്ങൾ ആരെങ്കിലുമൊക്കെ ആരോപിക്കുന്ന തീവ്രവാദത്തിന്റെ ശക്തിയുണ്ട് എന്നുണ്ടെങ്കിൽ ആ കനൽ ഒരു തരിയല്ല, അത് പന്തമായി ജ്വലിച്ചിരിക്കുന്നു. അത് കെട്ടുപോകുന്ന ഒന്നല്ല എന്ന് മെഹബൂബിനെ പോലെയുള്ളവർ 75 പേർ കേരളത്തിൽ ഇപ്പോഴും തെളിയിച്ചു കൊണ്ടിരിക്കുന്നു. വെൽഫെയർ പാർട്ടിയുടെ ആശയാധിഷ്ഠാനത്തിൽ മനുഷ്യ വിഭവശേഷിയേക്കാൾ ഉപരി മനസ്സിലാക്കിയ ഒരു സർക്കാർ ഞങ്ങളെയും ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അതിന്റെ പിന്നിൽ ഭാഗഭാക്കാകാൻ പൂർവസൂരികൾ നടന്നു പോയ വഴികളിൽ നിന്ന് ആർജിച്ച ആ തേജസിന്റെ ശക്തിയിൽ നിന്ന് നമ്മളും കൊളുത്തിക്കൊടുത്ത് ഒരു നിയമസഭ അവിടെ കൂടിയിട്ടുണ്ട് എങ്കിൽ അത് മനുഷ്യൻ സന്തോഷിക്കുന്ന, സമാധാനമായി ചിന്തിക്കുന്ന, എല്ലാവർക്കും സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന പശ്ചാത്തലത്തിന് സമരവേദികളിലും ദുരന്തം ഒന്നുണ്ടാകാതിരിക്കട്ടെ, അതാണ് പ്രാർത്ഥന. എവിടെയും ഞങ്ങൾ ഇനിയും ഉണ്ടാകും എന്ന ഉറപ്പോടെ ഈ സർക്കാരിനെ പ്രതിലോമപരമായി സ്വീകരിക്കേണ്ട സാഹചര്യങ്ങളിൽ പ്രതിലോമപരമായി നമ്മൾ ഇപ്പുറത്തുണ്ടാകും എന്ന് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഐക്യദാർഢ്യം കൊടുക്കേണ്ട വേളകളിൽ ഐക്യദാർഢ്യവും ആയിട്ട് അവരോടൊപ്പം ഉണ്ടാകും. അതുകൊണ്ടാണ് കേരയിൽ പദ്ധതി പിൻവലിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ അതിനോട് ഐക്യദാർഢ്യം കൊടുത്തത്. നമ്മുടെ ആളുകളൊക്കെ അടികൊണ്ട പ്രവർത്തകരൊക്കെ ഉണ്ട്, അവരെയും സ്മരിച്ചുകൊണ്ട് ഇന്നലെ കേട്ട ഒരു വാചകം പറഞ്ഞു നിർത്തട്ടെ. മഴു വെട്ടിയവനെ മറന്നേക്കാം, പക്ഷേ വിട്ടുകൊണ്ട മരം അത് മറക്കില്ല എങ്കിൽ സ്മരണകൾ ഉണ്ടായിക്കൊണ്ടായിരിക്കണം ഇനി നമ്മുടെ മുന്നോട്ടുള്ള പോക്ക്. ചരിത്രത്തെ എഴുതി തള്ളുകയല്ല വേണ്ടത്. ജയ് ഹിന്ദ്, ജയ് വെൽഫെയർ പാർട്ടി.